ഹായ് ഇറ്റ്സ് മിൽ ഷെല്യാസ് ഫ്രോം കോട്ട് ഡിസൈൻ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അജ്രക് കോട്ടണിൽ വരുന്ന പുതിയ സ്യൂട്ട് സെറ്റ്സ് കാണിക്കാനുണ്ട്. അപ്പോൾ അതിന്റെ മുന്നേ 2 ദിവസമായിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ വന്നിട്ടല്ലേ. അപ്പോൾ ഉദ്ഘാടനം നല്ല അടിപൊളിയായിട്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നല്ല സൂപ്പറായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും എന്താ പറയുക വിഷസ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല എന്താ പറയുക നല്ല വിഷസ് ഇട്ടാണ്. എന്താണ് നന്നായി അടിപൊളിയായിട്ട് പോട്ടെ, ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനാഗുറേഷന് നല്ല കുഴപ്പമില്ലാണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്ത് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനാഗുറേഷൻ്റെ വീഡിയോ സെൻഡ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 5 പേർക്ക് നിങ്ങളത് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരുപാട് പേര് ഷോർട്സ് ആണ് നമ്മൾ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് കരുതിയിട്ട് 5 പേർക്ക് സെൻഡ് ചെയ്തിട്ടൊക്കെ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഇനാഗുറേഷൻ്റെ വീഡിയോ ഞാൻ ആക്ച്വലി ഇനാഗുറേഷൻ്റെ വീഡിയോ വന്നതിന് ശേഷം നമ്മുടെ മെറ്റീരിയൽസിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് വീഡിയോസ് എടുത്തിട്ട് കിട്ടാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഒന്നുകിൽ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ഉള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് വീഡിയോ കിട്ടാത്ത കാരണമാണ്, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കാണിക്കണം എന്നുള്ളതുണ്ട്. ഷോപ്പും ഇതൊക്കെ എല്ലാ കാര്യം ഒരുപാട് പേർക്ക് വരാൻ പറ്റാത്തതുണ്ട്. പക്ഷെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു, പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഷോപ്പിലൊക്കെ വന്നിട്ട് കുറേ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാണ്ട് തിരക്ക് കാരണം ഒരുപാട് പേര് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നും കൂടെ ഇന്നെന്ന് പറയുമ്പോൾ ഇന്നലെ അങ്ങോട്ടൊക്കെ മാറി വരും കേട്ടോ. കാരണം ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഇനാഗുറേഷൻ കഴിഞ്ഞ് 2nd ഡേ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 3rd ഡേ നാളെയാണല്ലോ പോസ്റ്റ് ആവുക. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ ഇന്ന് 7-ാം തീയതി കൂടെ നമ്മുടെ ഓഫർ ഉണ്ട്. അപ്പോൾ അത് കാരണം ഒരുപാട് പേര് വലിച്ചിട്ടൊക്കെ കാരണം നമ്മുടെ സ്റ്റാഫൊക്കെ 8:30 വരെ മാക്സിമം ഉള്ളൂ. പിന്നെ മൊത്തം നമ്മളിപ്പോൾ മടക്കിയൊക്കെ ആക്കി. ഞാനിപ്പോൾ രാത്രി 1 മണിയാകുമ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. വീഡിയോസ് നമുക്ക് എന്നും റെഗുലറായിട്ട് ഇങ്ങനെ പോകേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാനെല്ലാ കാര്യം പറഞ്ഞില്ലേ, ഇന്ന് കാണിക്കാൻ പോകുന്നത് അജ്രക് കോട്ടണിൽ വരുന്ന തിന്നായിട്ടുള്ള ഒന്നുകൂടെ തിന്നായിട്ട് ഇപ്പോൾ സമ്മറിൽ ഒന്നും കൂടെ കംഫർട്ടബിൾ ആണ്. നോർമൽ നമ്മൾ അജ്രക് കോട്ടൺ കുറച്ച് തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. നോർമൽ കോട്ടൺസിനേക്കാളും ഒന്നും കൂടെ ഗ്രാം വെയിറ്റ് കൂടിയതാണ്. അപ്പോൾ നോർമൽ കോട്ടണിൻ്റെ തിക്നെസ്സോട് കൂടിയിട്ടുള്ള അജ്രക് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള സ്യൂട്ട് സെറ്റ്സ് ആണ് കാണിക്കുന്നത്. അതും ഓഫർ റേറ്റിലാണ് 1990. എനർജി കുറച്ച് ഡൗൺ ആവും, വേറെ ഒന്നുമല്ല, നല്ല വിശക്കണോട് നല്ല ടയേർഡാണ്. അതാണ് റീസൺ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല ഉദ്ദേശിച്ചത്, നമ്മൾ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഡ്രസ്സുകൾ വലിച്ചിട്ടിട്ട് ഇനി അതൊന്ന് സെറ്റാക്കിയിട്ട് വീഡിയോ എടുക്കാനുള്ളൊരു എന്താ പറയുക ഇതിൻ്റെ വയറ് അനുവദിക്കുന്നില്ല, വിഷമ കാരണം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വണ് നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ. നല്ല യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പോയിൽ വരുന്ന പാനൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ടോപ്പ് സെറ്റ് ആണ്. ടോട്ടൽ ലെങ്ത് ഒക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. നമുക്കൊരു 49-50 ഒക്കെ ലെങ്ത്, 50 ലെങ്ത് ഒക്കെ ഇട്ടിട്ട് ചെയ്യാനുള്ളതിൻ്റെ 4XL സൈസ് വരെ ചെയ്യാം കേട്ടോ. പിന്നെ ബോട്ടം വരുന്നത് ഇതാണ്, പ്ലെയിൻ ബോട്ടം വിത്ത് ഒരു ബോർഡർ പാറ്റേൺ ലോവർ പാർട്ടിൽ വരുന്നുണ്ട്. പാരലൽ ബോട്ടം ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെ അതിലെന്താ 2 ബോട്ടം കണ്ടല്ലോ, മാറിയ. പിന്നെ ഇതാണ് ദുപ്പട്ട വരുന്നത്. ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആൻഡ് തിന്നാണ്. നമുക്ക് നോർമൽ അജ്രക്ക് എന്ന് പറയുമ്പോൾ കുറച്ചിങ്ങനെ ഒരു കട്ടിയുള്ളൊരു അജ്രക്ക് ഓർഡറാണ്. ഇതൊന്നും കൂടെ സോഫ്റ്റ്, നമുക്ക് ഈ ക്ലൈമറ്റിന് പറ്റിയ ടൈപ്പിൽ വരുന്നതാണ് വരുന്നത്. ബോട്ടം പ്ലെയിൻ ആയിട്ട് താഴേക്കൊരു ബോർഡർ. അതാണ് ഫസ്റ്റ് വൺ. നല്ലൊരു യെല്ലോ കളറും അതുപോലെ തന്നെ എന്താ പറയുക ഗ്രീൻ കളർ കോമ്പോ കൂടെ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ സെയിം ഡിസൈൻ്റെ തന്നെ ഒരു ഐവറി ഷെയ്ഡ്. ഐവറി ഷെയ്ഡ് എന്താണാവും, നമുക്ക് ഒരുപാട് പേരുടെ നമ്മുടെ പ്രീ ബുക്കിങ്ങിലുള്ള ഐവറി കളറ് ഒരാഴ്ചയുടെ ടൈമിൽ നമുക്ക് എല്ലാവർക്കും കിട്ടും കേട്ടോ. ഇത്രയും ടൈം എന്താ പറയുക വെയിറ്റ് ചെയ്യുന്നതിന് തന്നെ എല്ലാവർക്കും എന്താ പറയുക എല്ലാവരോടും നന്ദി പറയുകയാണ്. ഒരുപാട് ദിവസം ഡിലേ ആയല്ലേ. നമ്മൾ പെരുന്നാളിൻ്റെ ടൈമിലാണ് പറഞ്ഞിട്ടുള്ളത്. സോറി, നന്ദി മാത്രം പറഞ്ഞപ്പോൾ സോറി ഇട്ടാൽ ഇത്രയും ഡിലേ ആയതിൽ. എന്തായാലും ഒരാഴ്ചത്തെ ടൈം അതിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ എത്തിക്കാം കേട്ടോ, നിങ്ങളുടെ കയ്യിലെത്തുക. ഇത് ഐവറി ഷെയ്ഡിലാണ്, അതിൽ ഇൻഡിഗോ കളറിൽ വരുന്ന പ്രിന്റ് ആണ് വരുന്നത്. ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ആയിട്ട് പാനൽ ഇതിൽ വരുന്നതാണ്. നമുക്കൊരു സൈസ് വരുന്നത് ഒരു 49-50 ഒക്കെ ടോപ്പ് ലെങ്ത് ഉണ്ടാവും. 4XL സൈസ് വരെ ചെയ്യാം. ബോട്ടം പ്ലെയിനിൽ ലോവർ പാർട്ട് ഒരു പ്രിന്റഡ് പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. ദുപ്പട്ട അതുപോലെ ഒന്നുകൂടെ സോഫ്റ്റ് ആണ്. പിന്നെ നോർമലി നമുക്ക് ഉള്ള പോലെ ഭയങ്കര 44 ആ ഒരു പിടുത്ത് വരുന്നില്ല. ഒന്നും കൂടെ എന്താ 39, 38 ആ ഒരു സൈസിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ദുപ്പട്ട വരുന്നത്. ഓക്കെ, അടുത്തത് സെയിം ഡിസൈൻ തന്നെ ബ്ലാക്ക് കളറിലാണ് കേട്ടോ. ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ്. അതിൻ്റെ ബ്ലാക്ക് കളറിൽ വിത്ത് ആ വൈറ്റും കൂടെ വരുമ്പോൾ ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. വൈറ്റ് ഡിസൈനും കൂടെ വരുമ്പോൾ മറ്റേ സ്ഥലത്ത് നിന്ന് കാണിച്ചിട്ട് പെട്ടെന്നൊരു ബാക്ക്ഗ്രൗണ്ടും അതും ചേഞ്ച് ആയപ്പോൾ ഭയങ്കരമായിട്ട് ഡീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ നെക്സ്റ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ
സൈഡ്സിലൊക്കെ ഒരു വൈറ്റ് ഒരു ഫ്ലോറൽ പ്രിന്റും അതുപോലെ ഫ്രണ്ട് പാനലും വരുന്നതാണ്. ബാക്ക് പോർഷൻ ഫുള്ളി ഇതുപോലെ സൈഡ് പോർഷനിലെ പോലെയാണ് വരുന്നത്. കോട്ടൺ ലൈനിങ് ആയിരിക്കും ബെസ്റ്റ് ആയിട്ട്, നല്ല സുഖം ഉണ്ടാവും ഉപയോഗിക്കാൻ. പിന്നെ ഇതാണ് ബോട്ടം വരുന്നത്, പ്ലെയിൻ വിത്ത് ഒരു ബോർഡർ വരുന്നത്. ദുപ്പട്ട വരുന്നതും വിത്ത് ടെസലാണ് കേട്ടോ. ടെസൽ ബോഡി ഓൾ ഓവർ നമ്മുടെ ടോപ്പിന്റെ സൈഡിൽ സെയിം പ്രിന്റ് വന്നിട്ട് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പ്രീ ബുക്കിംഗ് ഉണ്ടായിരിക്കും. പ്രീ ബുക്കിംഗ് ഉണ്ടെങ്കിൽ ടൈം നമുക്ക് വരിക ഒരു 2 to 3 വീക്സോളം നമ്മൾ എന്തായാലും അതിന് ടൈം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കുറച്ച് ക്ഷമ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഐവറി ഷെയ്ഡിലുള്ളത്. അതിൽ സെൻറ്ററിൽ ബ്ലൂ കളറും ബ്ലൂവും ബ്ലാക്കും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു പാനൽ പ്രിൻ്റാണ്. അതുപോലെ തന്നെ ബോട്ടം വരുന്നത് പ്ലെയിൻ ഐവറിയിൽ ഒരു ബ്ലൂ ബോർഡർ വരുന്നത് കേട്ടോ. ദുപ്പട്ട ഇതുപോലെ ഐവറിയിൽ ഒരു ലീഫ് പ്രിന്റിന്റെ ഒരു പാറ്റേൺ ആണ് വരുന്നത് സൈഡ്സിലേക്ക്. അപ്പോൾ അത് തന്നെയാണ് ടോപ്പിലേക്ക് ദുപ്പട്ടയിലേക്ക് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തിന്നായ കാരണം യൂസ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ടില്ല. ഒന്നും കൂടെ മറ്റത് ബുദ്ധിമുട്ടുണ്ടെന്നല്ല പറഞ്ഞാലും അതിനേക്കാളും ഒന്നും കൂടെ കംഫർട്ടബിൾ ആണ് കേട്ടോ. അടുത്തത് യെല്ലോ ഷെയ്ഡാണ്. ഇപ്പോൾ നമ്മൾ കണ്ടതിൻ്റെ സെയിം തന്നെ കളർ ചേഞ്ച് ആയിട്ടുള്ളത്. നല്ല യെല്ലോ ആണ്, ശരിക്കും നമുക്ക് നല്ലൊരു ഭംഗിയുള്ള യെല്ലോ ഉണ്ടാവില്ല. ആ ഒരു യെല്ലോ വിത്ത് നല്ല ഗ്രീൻ കളറാണ് വരുന്നത്. ബാക്ക് ആൻഡ് ഫ്രണ്ട് ഇതുപോലെ ഇങ്ങനെ ലീഫ് പ്രിന്റ് വരുന്നുണ്ട്. അടിപൊളി പീസാണ് കേട്ടോ. ഇങ്ങനെ ലീഫ് പ്രിന്റ് വരുന്നുണ്ട്. സെൻറ്റർ പാനൽ അതുപോലെ ബോട്ടം ടോപ്പിൻ്റെ ലെങ്ത് നമുക്കൊരു 50 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാം. ബോട്ടം വരുന്നത് പ്ലെയിൻ വിത്ത് നല്ലൊരു പാറ്റേൺ കേട്ടോ. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, താഴേക്ക് പാരലൽ ബോട്ടം ചെയ്തിട്ട് താഴേക്ക് ആ ബോർഡർ കൊടുക്കാം. പിന്നെ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരുന്ന. ഒരുപാട് പേര് ഇപ്പോൾ കുറച്ചായിട്ട് യെല്ലോ ആൻഡ് ഗ്രീൻ കോംബോ നോക്കുന്നത്. അതുപോലെ തന്നെ ഐവറി കളറും ഐവറിയിലേക്ക് ഒന്നും കൂടെ നല്ല ഭംഗിയുണ്ട്. പല കളേഴ്സ് ഇങ്ങനെ വരുമ്പോഴേ ബേസ് കളർ വരുമ്പോൾ അപ്പോൾ അതായിരിക്കും. പിന്നെ ബ്ലാക്ക് പറയേണ്ട ആവശ്യമില്ല. ബ്ലാക്ക് ആൻഡ് റെഡ് എന്നുള്ളതൊക്കെ ബ്ലാക്ക് കളറിൽ പ്രത്യേകിച്ചിട്ട് മൊഡാണിലും അല്ലെങ്കിൽ അജ്രക് കോട്ടൺസിലൊക്കെ ഡിസൈൻ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ നോക്കിയൊക്കെ സെൻറ്റർ പാനലായിട്ട് സൈഡ്സിൽ നല്ലൊരു റെഡ് ലീഫിൻ്റെ ഒരു പ്രിന്റ് പാറ്റേൺ ആണ് വരുന്നത്. ബാക്ക് പോർഷനും അതുപോലെ തന്നെ ഇതായിട്ടാണ് ഒരു ലീഫ് പ്രിന്റ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലെങ്ത് വരുന്നത് ഒരു 49-50 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. അതുപോലെ 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ബോട്ടം ഇതുപോലെ പ്ലെയിൻ വിത്ത് ഒരു ബോർഡർ വരുന്നുണ്ട്. ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. 2.5 മീറ്റർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. നോർമൽ ഇതിനേക്കാളും തിക്നെസ് കുറഞ്ഞിട്ടുള്ളതാണ്. നോർമൽ അജ്രക്കിൻ്റെ അതിനേക്കാളും തിക്നെസ് കുറഞ്ഞു. കാരണം പ്രത്യേകിച്ച് നമുക്ക് ഈ ചൂട് കാലത്ത് ഭയങ്കര കട്ടിയുള്ളതാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ ഷോളും കുറച്ച് വീതി കൂടുതൽ. ഇത് വീതി കുറവെന്നല്ല, നോർമൽ ഷോളിനേക്കാളും ഒന്നും കൂടെ വീതി ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഷോളിനേക്കാളും വീതി കുറവാണ് കേട്ടോ. അടുത്തത് യെല്ലോയിൽ ഈ ഒരു അജ്രക് പ്രിന്റ് ഭയങ്കര ഭംഗിയാണ്. യെല്ലോയിലല്ല, ഇത് നോർമലി നമ്മൾ എപ്പോഴും അപ്പം ഞാൻ ഇട്ടിട്ടുള്ളതിന് കണ്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു സാരിയുടെ പല്ലു ഏരിയയിലും ഇത് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രിന്റ്, അല്ല പല്ലൊരു ബ്ലൗസിലും. അപ്പോൾ ഇതൊരു നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. അതിലേക്ക് ഗ്രീൻ പ്രിന്റ് വരുന്നതാണ്. നല്ല ഭംഗിയുള്ള യെല്ലോ ആണ്. അപ്പോൾ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഒരു 49 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 49-50 ഒക്കെ കിട്ടും കേട്ടോ. ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ട് താഴേക്ക് ഒരു ഗ്രീൻ ബോർഡർ വരുന്നത്. ദുപ്പട്ട 2.5 മീറ്റർ ആണ് വിത്ത് ടെസലായിട്ടുള്ള യെല്ലോ ആൻഡ് ഗ്രീൻ കളർ. അപ്പോൾ ഇതിൽ ഒരു ഡോട്ടഡ് പാറ്റേൺ ആണ് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ടോപ്പ് പാനലില്ല, ബാക്ക് ആൻഡ് ഫ്രണ്ട് ഓൾ ഓവർ സിംഗിൾ പ്രിന്റിലാണ് വരുന്നത് കേട്ടോ. നല്ല യെല്ലോ. അടുത്തത് ഒരു ഗ്രീൻ കളർ, സോറി ഗ്രീൻ എന്നാ പറഞ്ഞത്, മൊത്തത്തിൽ ടയർഡായ കാരണം കളർ മനസ്സിലാവും. ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ബ്ലാക്കിലേക്ക് ഇപ്പോൾ നമ്മൾ കണ്ട സെയിം പ്രിന്റ് തന്നെ കേട്ടോ. തിക്നെസ് കുറവായിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നല്ല സുഖമായിരിക്കും. കോട്ടൺ ലൈനിങ് യൂസ് ചെയ്യേണ്ടത്. ലൈനിങ് മസ്റ്റ് ആണ്. അപ്പോഴാണ് ആ ഒരു ഡ്രസ്സിന് ആ ഒരു ഫ്രഷ് ആ ഒരു ലുക്ക്. എപ്പോഴും ആളുകൾ വന്നിട്ടോട് ചോദിക്കുമ്പോൾ നമുക്ക് ലൈനിങ് വേണോ, കട്ടിയുള്ളതല്ലേ, അല്ലെങ്കിൽ കോട്ടൺ അല്ലേ, ട്രാൻസ്പെറൻ്റ് അല്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷേ ബെറ്റർ നമുക്കത് ഫസ്റ്റ് ഡേ യൂസ് ചെയ്ത് ഒരു 2 വാഷ് കേട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഒരു പഴയൊരു എഫക്റ്റിലേക്ക് പോകും. പക്ഷേ ഇതൊരു ലൈനിങ് ആണെങ്കിൽ നമ്മൾ ഇത് വാഷ് ചെയ്തിട്ടൊന്ന് അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കും. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. വിത്ത് പോൾക്ക ഡോട്ട്സ് വരുന്നൊരു പാറ്റേൺ ആണ്. വൈറ്റിലേക്ക് ഐവറി ഡോട്ട്സ് വരുന്നത് കേട്ടോ. അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് തന്നെ ഒരു ഡിസൈനിൽ മാറ്റുണ്ട്. പ്രിന്റ് വരുന്നതാണ്. സെൻറ്റർ പാനലാണ്. ബാക്ക് ആൻഡ് ഫ്രണ്ട്, ബാക്ക് ആൻഡ് സൈഡ് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത്.
ബോട്ടം വരുന്നത് പ്ലെയിനിൽ താഴ്ഭാഗത്തേക്ക് ഒരു ബോർഡർ ഫോമിലാണ്. ഓക്കെ, ദുപ്പട്ട 2.5 മീറ്റർ വിത്ത് ടെസൽസ് ആണ്. ഈ ചൂടിലേക്ക് പറ്റിയൊരു സാധനം കേട്ടോ, അടിപൊളിയാണ്. പ്രത്യേകിച്ച് ചൂട് കാലത്ത് ബ്ലാക്ക്. പിന്നെ അജ്രക് കോട്ടൺ എന്നുള്ളത് പ്രത്യേക ഒരു ഭംഗിയാണ് എപ്പോഴും. അടുത്ത് വരുന്ന ബ്ലാക്കിൽ തന്നെ ഒരു ഫ്ലോറൽ പ്രിന്റ് ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ ബ്ലാക്കിൽ എപ്പോഴും വരുമ്പോൾ ഒരു മെറൂൺ കളർ ഐവറി ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള, ക്ലിയർ കിട്ടുന്നുണ്ടോ? മെറൂൺ ഐവറി ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. ബാക്ക് ആൻഡ് ഫ്രണ്ട് സെയിം പ്രിന്റ് ആയിട്ടുള്ള 49 ലെങ്ത് ഉണ്ടായിരിക്കും. നമുക്ക് എന്താണ് ഒരു 4XL സൈസ് വരെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ലൈനിങ്, മസ്റ്റ് ആണ് കേട്ടോ. ലൈനിങ് ഇട്ടിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. സോഫ്റ്റ് ആയ കാരണം തന്നെ ലൈനിങ് ഇട്ടുകൊണ്ട് പ്രോബ്ലം ഇല്ല. ഇതാണ് ബോട്ടം വരുന്നത്, പ്ലെയിൻ വിത്ത് ഒരു ബോർഡർ. ദുപ്പട്ട 2.5 മീറ്റർ ഉള്ള വിത്ത് ടെസലായിട്ടുള്ളതാണ്. ചെറിയൊരു പോൾക്ക ഡോട്ട്സ് വരുന്നത് കേട്ടോ. നമ്മൾ തൊട്ട് മുന്നേ കാണിച്ചത് കുറച്ചൊരു വലിയ ഡോട്ട്സ് ആണ്. ഇതൊരു കുഞ്ഞ് ഡോട്ടഡ് പാറ്റേൺ, പോൾക്ക ഡോട്ടഡ് പാറ്റേൺ കേട്ടോ. അടുത്തത് ഒരു ഐവറി ഷെയ്ഡാണ്. ഐവറിയിലേക്ക് ഒരു, അപ്പോൾ നമ്മൾ ബ്ലാക്ക് കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് അല്ലേ. ബ്ലാക്ക് നമ്മൾ തൊട്ട് മുന്നേ കാണിച്ചല്ലോ, അതിൻ്റെ സെയിം കളർ ചേഞ്ച് ആണ് വരുന്നത്. ഐവറിയും ഇൻഡിഗോ ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടുള്ള കേട്ടോ. ഇൻഡിഗോ മാത്രമല്ല, ഒരു പെയിൽ യെല്ലോ ഷെയ്ഡും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സെൻറ്റർ പാനൽ സൈഡിലെ സെയിം പ്രിന്റ് ബാക്ക് പോർഷനിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ബോട്ടം വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡർ കേട്ടോ. പാരലൽ ബോട്ടാണ് ബെറ്റർ ആവുക. ദുപ്പട്ട 2.5 മീറ്റർ ആണ് വിത്ത് ടെസൽസും ആണ് കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട. അതും ഓഫർ റേറ്റിലാണ് 1990 കേട്ടോ. അടുത്തത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നത് കേട്ടോ. അതിന് നമ്മൾ നേരത്തെ, പക്ഷെ ഇത് പാനൽ തന്നെയാണ് കാണിച്ചതല്ലേ, ഇത് പാനൽ തന്നെയാണ്. നെക്സ്റ്റ് യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ്. നമ്മൾ കണ്ട സെയിം ഡിസൈൻ്റെ, ഇപ്പോൾ നമ്മൾ കണ്ടതല്ല, തൊട്ട് മുന്നേ ഞാനൊരു പാനൽ ആണ് ഡൗട്ട് അടിച്ചത്. ആ പീസിൻ്റെ യെല്ലോ ഷെയ്ഡ്, യെല്ലോ ആൻഡ് ഗ്രീൻ കോംബോ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്ക് പോർഷൻ ഫുള്ളി ഇതുപോലെ സൈഡിലെ പ്രിന്റ് ആണ് വരിക കണ്ടോ. സെൻറ്റർ പാനലായിട്ടുള്ള 49 ലെങ്ത് 4XL സൈസ്. ബോട്ടം പ്ലെയിൻ വിത്ത് ലോവർ പാർട്ട് ഒരു ബോർഡർ വരുന്നുണ്ട്. ഇതുപോലെ ബോർഡർ പാരലൽ ബോട്ടംസ് ആയിരിക്കും, ബോട്ടാണ് ബെറ്റർ കേട്ടോ. വിത്ത് ടെസലോട് കൂടിയിട്ടുള്ള 2.5 മീറ്റർ ഉള്ള ദുപ്പട്ട. അതും സോഫ്റ്റ് ആൻഡ് മാനേജബിൾ ആയിട്ടുള്ള കേട്ടോ. ക്ലൈമറ്റിൻ്റെ പറ്റിയ ഒരു ടൈപ്പാണ്. ഓക്കെ, അടുത്തത് ഐവറി ഷെയ്ഡിൽ തന്നെ വരുന്നതാണ്. ഐവറിയിൽ ഒരു ഇൻഡിഗോ, അതുപോലെ തന്നെ ലൈറ്റ് യെല്ലോ ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കേട്ടോ. ഭയങ്കര ടയേർഡാണ്, ഇരുന്നെടുത്താലോ എന്ന് വേറെ എനിക്ക് തോന്നിപ്പോയതാണ്. പക്ഷേ ഇരുന്നെടുക്കുമ്പോൾ ആ ഒരു ഇന്ന് കാണിക്കുന്ന ഒരു ഇതുണ്ടാവില്ലല്ലോ. പിന്നെ അടുത്തത് ബോട്ടം എന്താണ് വരുന്നത്, പ്ലെയിൻ വിത്ത് ബോർഡർ. പിന്നെ ടെസൽസോട് കൂടിയിട്ടുള്ള ദുപ്പട്ട, അതും പോൾക്ക ഡോട്ടഡ് ഡിസൈനിൽ സെൻറ്റർ പാർട്ട് കേട്ടോ. പിന്നെ പല്ലു ഏരിയയിലേക്ക് നമ്മുടെ ടോപ്പിനോട് സിമിലർ ആയിട്ടുള്ള പ്രിന്റും കൂടെ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് യെല്ലോ ഷെയ്ഡാണ്. ഇപ്പോൾ കണ്ട ഡിസൈനിൻ്റെ സെയിം തന്നെ യെല്ലോ, അത് യെല്ലോ ഷെയ്ഡ് കേട്ടോ. ലാസ്റ്റ് വണ് യെല്ലോ കളറിൽ വരുന്നതാണ്. അപ്പോൾ ലെങ്ത് നമുക്കൊരു 49 ഞാൻ പറഞ്ഞല്ലോ, 49 ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര കംഫർട്ടബിൾ ആണ്. കോട്ടൺ ലൈനിങ് ആയിരിക്കും, ബെറ്റർ ആണ് കേട്ടോ. പാരലൽ ബോട്ടം വിത്ത് ബോർഡർ. എവിടെ ബോട്ടം? അതിന്റെ ബോർഡറാണ് ഫസ്റ്റ് മാറിയിട്ടുണ്ടാവും. പാരലൽ ബോട്ടം ഇപ്പോൾ നമ്മൾ കണ്ട അതേപോലെ തന്നെ പാരലൽ ബോട്ടം, അതുപോലെ തന്നെ ബോർഡറും കൂടെ വരുന്നത് കേട്ടോ. പോൾക്ക ഡോട്ടഡ് ഡിസൈനിൽ വരുന്ന ദുപ്പട്ട, അതും 2.5 മീറ്റർ തന്നെയാണ് വരുന്നത്. വിത്ത് ടെസൽസ് ആണ് കേട്ടോ. ഇത്രയും പീസസ് ആണ് ഉള്ളത്. അടിപൊളി ഡിസൈനാണ്. ഈ ഒരു കോസ്റ്റിന് നല്ല പീസാണ് കേട്ടോ. 1990 അജ്രക് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള സൂപ്പർ പീസാണ്. പെട്ടെന്നായിക്കോട്ടെ, സ്ക്രീൻഷോട്ട് എടുക്കാൻ താഴേക്കാതെ നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. എന്നാൽ നെക്സ്റ്റ് ഡിസൈനായിട്ട് ഒന്നും കൂടെ വേറെ സെറ്റപ്പിലാക്കിയിട്ട് വരാൻ നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതായിരുന്നു റീസൺ ഉണ്ടായിരുന്നത്. നോക്കട്ടെ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡിസൈനായിട്ട് വരാം. അതിലേക്ക് ബൈ.